തന്നെയാണ്. കണ്ണൂരിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, അതായത് നവീൻ ബാബുവിൻ്റെ മരണവുമൊക്കെയായി ബന്ധപ്പെട്ട് കണ്ണൂർ രാഷ്ട്രീയം ഇങ്ങനെ കലങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് CPM-ൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തരം ഭരിക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള വിജിലൻസ് തന്നെ CPM-നെ പണിഞ്ഞോ എന്നൊരു സംശയം വരുന്നത്. കാരണം ഇപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ദിവ്യ കോടതിയിൽ പോയി പറഞ്ഞത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിജിലൻസ് പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അതിനൊരു തെളിവുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പാകക്കൂടെ പെട്ട അവസ്ഥയിലാണ് പാർട്ടിക്കാരും ഇവരെല്ലാം കൂടെ. ഇപ്പോൾ വിജിലൻസിനെ പിടിച്ച് വിരട്ടിയിട്ട് അന്തിമ റിപ്പോർട്ടിൽ അല്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നാക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന സംഭവ വികാസങ്ങൾ? MB ജയരാജൻ PP ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി ചില നീക്കങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. കാരണം കുടുംബം കൊലപാതകം എന്ന് പറയുമ്പോൾ ദിവ്യ പിന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ദിവ്യ അപ്പോൾ സേഫായില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ ചോദിച്ചുകൊണ്ട് MB ജയരാജൻ പല നീക്കങ്ങളും PP ദിവ്യയെ രക്ഷിക്കാൻ നോക്കിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ ദിവസം വന്നത് എന്തിനാണ്? ദിവ്യ വന്നിട്ട് പറഞ്ഞത് എന്താണ്? നവീൻ ബാബു കൈക്കൂലിക്കാരനാണ്, അതുകൊണ്ട് എങ്ങനെയാണ് NOC കിട്ടിയതെന്ന് എനിക്കറിയാം, ഈ പണി തന്നെ പത്തനംതിട്ടയിലും പോയി നടത്തരുത്. അതൊരു ഭീഷണിയുടെ കൂടെ സ്വരമുണ്ടായിരുന്നു, കേൾക്കുന്നവർക്കറിയാം. മാത്രമല്ല സിവിൽ ഡെത്ത് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി PP ദിവ്യ അവിടെ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും CPM-ലുള്ളവർ പറഞ്ഞ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിലും അന്വേഷണം വേണം, വാങ്ങിയിട്ടില്ല എങ്കിലും അന്വേഷണം വേണം എന്നൊക്കെയുള്ള പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ CPM-നകത്ത് നിന്ന് വന്നു. ആദ്യം രണ്ട് ഭാഗമായി തിരിഞ്ഞുകൊണ്ട് ദിവ്യയോടൊപ്പം നിൽക്കുന്ന കുറേ പേർ, നവീൻ ബാബുവിനോടൊപ്പം നിൽക്കുന്ന കുറേ പേർ, അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന കുറേ പേർ. പിന്നീട് എല്ലാ പേരും ദിവ്യയോടൊപ്പമാണ്, അല്ലെങ്കിൽ എല്ലാ പേരും കളക്ടറോടൊപ്പമാണ്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ ഒഴിച്ച് ബാക്കി ഒരു സംവിധാനങ്ങളും ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ്. ഇതിനിടയ്ക്കാണ് നവീൻ ബാബുവിനെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോയത് കണ്ട വീണാമണി രംഗപ്രവേശനം ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞു. നവീൻ ബാബു എന്ന് പറയുന്ന ആ വ്യക്തി കൈക്കൂലിക്കാരനല്ല, ഒരുപാട് തവണ എനിക്ക് പരിചയമുള്ള, ഞാൻ കളക്ടറേറ്റിൽ പല തവണ പോയി കണ്ട് എനിക്ക് അടുത്ത് പരിചയമുള്ള ആളാണ് നവീൻ ബാബു. അവർ പറയുന്നതൊന്നും സത്യമല്ല, പോസ്റ്റ്മോർട്ടം പോലും നടത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ഗുരുതര ആരോപണങ്ങൾ CPM-നെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. PP ദിവ്യ പറയുന്നതിനേക്കാൾ, കളക്ടറെ പറയുന്നതിനേക്കാൾ കൂടുതൽ വീണാമണി പറഞ്ഞത് ഗോവിന്ദനും ഭാര്യയും മകനും MV ജയരാജൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ധൈര്യസമേതം പൊതുസമൂഹത്തിൽ വിളിച്ചു പറയാൻ വീണാമണി കാണിച്ച ധൈര്യമാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത്. പിന്നീട് സഹോദരൻ്റെ അടുത്ത്, അതായത് നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവിൻ്റെ അടുത്ത് പോയി റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞു. കുടുംബത്തെ പോലും വിലക്കെടുക്കുന്ന തരത്തിലേക്ക്, അതായത് മഞ്ജുഷ മക്കളെയുമല്ല സഹോദരനെ വിലക്കെടുക്കുന്ന തരത്തിലേക്ക് CPM എത്തിയത് കൊണ്ടാവണം സഹോദരൻ ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാകാത്തത് എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വീണാമണി ഉന്നയിച്ചിരുന്നു. അതൊക്കെ പിന്നീട് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പാർത്ഥം ചോദിച്ചതുപോലെ ഇത്രയും വലിയ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും എന്തുകൊണ്ട് വീണാമണിക്കെതിരെ ഒരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ, വീണാമണിയെ പിടിച്ചു കഴിഞ്ഞാൽ വീണാമണി തെളിവുകൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നൊരു വാർത്താ സമ്മേളനം നടത്തിയാൽ അത് CPM-നെ വലിയ രീതിയിൽ തകർക്കും. പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ വിലസുന്നവരുടെയും സ്വാധീനമുള്ളവരുടെയും പല ഭൂമാഫിയകളുമായി ബന്ധമുള്ളവരുടെയും പല ബിസിനസ് സ്ഥാപനങ്ങളുമായി ബന്ധമുള്ളവരുടെയും പല ബിനാമി ഇടപാടിൽ ബന്ധമുള്ളവരുടെയും ഒക്കെ രാഷ്ട്രീയ ജീവിതം ഒരു പരിധിവരെ അവസാനിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് വീണാമണിയെ പോലീസ് വെറുതെ വിട്ടിക്കുന്നത്. അല്ലാതെ വീണാമണി ഒരു കള്ള നാണയമോ പോലീസിനെ വഴിതെറ്റിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിനെ വഴിതെറ്റിക്കാനോ ഇറങ്ങിയ ഒരാളൊന്നുമല്ല. വീണാമണി ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. അവർ നിയമ പോരാട്ടം ഏതറ്റം വരെ നടത്താൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ്. ഇവിടെ വിജിലൻസ് തന്നെ CPM-ൻ്റെ കക്ഷത്തിലിരിക്കുന്ന വിജിലൻസ് തന്നെ CPM-നെതിരെ, അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല, ഗീതയുടെ റിപ്പോർട്ട് പോലെ തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നവീൻ ബാബു സത്യസന്ധനായ അഴിമതിരഹിതനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല. ഇത് പ്രശാന്തൻ കള്ളം പറഞ്ഞതാണ്. 98,500 രൂപ പണയം വെച്ച് കൊടുത്തു എന്നൊക്കെ പ്രശാന്തൻ പറഞ്ഞത് വെറും നുണയാണ്. പ്രശാന്തൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കള്ളപ്പരാതി അയച്ചതുമായി ബന്ധപ്പെട്ട് എന്ത് അന്വേഷണമാണ് ഇവിടെ നടത്തിയത്?
CCTV ദൃശ്യങ്ങൾ എവിടെയാണ്? ഇതൊക്കെ വലിയ ചോദ്യമാണ്. മുനീശ്വർ കോവിലിൽ നിന്ന് നവീൻ ബാബു പോയതിൻ്റെ CCTV ദൃശ്യങ്ങൾ എവിടെയാണ്? അപ്പോൾ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നവരിടയിലേക്കാണ് വിജിലൻസിൻ്റെ ഇടിവെട്ടായിട്ടുള്ള ഈ നീക്കം നടക്കുന്നത്. ഇത് കോടതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക്, അതായത് കേസുമായി ബന്ധപ്പെട്ട് മഞ്ജുഷയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾക്ക് ഈ റിപ്പോർട്ട് വഴിതെളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒരു CBI അന്വേഷണം, കാരണം ജാമ്യവ്യവസ്ഥകളോടുകൂടി PP ദിവ്യ പുറത്തിറങ്ങിയ എന്തിനാണ്? ഞാൻ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു കാര്യം അവിടെ ചെന്ന് പറഞ്ഞത്. കളക്ടർ പറഞ്ഞത് എന്താണ്? തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു എന്നോട് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് PP ദിവ്യയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. അപ്പോൾ ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളത് വിജിലൻസ് തന്നെ പറയുമ്പോൾ കോടതി ഇനി എന്ത് നിലപാട് സ്വീകരിക്കും? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു CBI വരില്ല. ഞാൻ ആ ഒരു നിലപാട്, കാരണം വീണാമണിയെ പോലുള്ള ഒരാൾ ഇത്രയും വലിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു പൊതുവെ ഒരു സംശയം നമ്മളുടെ തലയിൽ ഉദിക്കുമ്പോൾ നമുക്ക് തോന്നും CBI ഒന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം 100% ഉറപ്പാണ് ഈ കേസിൽ CBI വരിക തന്നെ ചെയ്യും, കൃത്യമായ അന്വേഷണം നടത്തുക തന്നെ ചെയ്യും. പിന്നെ പാർത്തൻ പറഞ്ഞതുപോലെ ഒരു അന്തിമ റിപ്പോർട്ടിൽ ഒരു കള്ളത്തരവും നടന്നില്ല എങ്കിൽ, ഇപ്പോൾ ഒക്ടോബർ 17-ാം തീയതി പിന്നെ ഉണ്ടാക്കിയ റിപ്പോർട്ട്, 24-ാം തീയതി ഉണ്ടാക്കിയ റിപ്പോർട്ട്, ഗീത തയ്യാറാക്കിയ റിപ്പോർട്ട്, പിന്നെ 24-ാം തീയതി തന്നെ മന്ത്രി രാജൻ്റെ കയ്യിൽ കൊടുത്തത്, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്താൻ 31-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടത് അത്രയും ദിവസം വച്ച് താമസിപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും CBI അന്വേഷണം, ഈ വിജിലൻസിൻ്റെ ഈ നീക്കത്തിലൂടെ CBI വരാനുള്ള എല്ലാ വഴികളുമാണ് വിജിലൻസ് മഞ്ജുഷയുടെ കുടുംബത്തിന് വേണ്ടി തുറന്നു കൊടുത്തത്. സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥൻ വിജിലൻസിലുമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. ധന്യ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ ഒരു ഫയൽ കൈമാറിയതിനു ശേഷം മുഖ്യമന്ത്രിയാണ് എന്താ ചെയ്തത്? മുഖ്യമന്ത്രി അതിൽ പൊരുത്തിലിരിക്കുകയാണ്, അടയിരിക്കുകയാണ്, മുട്ട മുറിയുമോ എന്ന് നോക്കിയിട്ട്. ഇതുവരെ അത് പുറത്തു വിട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ആരെങ്കിലും ഈ ഒരു റിപ്പോർട്ടിൻ്റെ കോപ്പി ആവശ്യപ്പെട്ട് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ആ റിപ്പോർട്ടിന് സാക്ഷ്യം നൽകി പൊതു സമക്ഷത്തിലേക്ക് വെച്ചിട്ടില്ല. അത് തന്നെയാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ കാരണം. സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കിട്ടുക. അതിനെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കളക്ടർ ഒരു കള്ളനാണയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം കളക്ടർ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പോയിത്തിരിക്കുന്നത്. കാരണം ഗീതയ്ക്ക് കൊടുത്ത മൊഴി, ലാൻഡ് റവന്യൂ കമ്മീഷനായിരുന്ന അവർക്ക് കൊടുത്തിട്ടുള്ള മൊഴിയിൽ ഈ പറയുന്ന പ്രശാന്ത് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ നവീൻ ബാബു ആ സംഭവം, അതായത് അന്ന് ഈ പറയുന്ന ദിവ്യ പോയിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിയല്ലോ, ആ കുറ്റപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം കലക്ട്രേറ്റിൽ പോയി, കലക്ടർ ചേംബറിൽ പോയിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു കുമ്പസരിച്ചു എന്ന് പറയുന്ന കലക്ടർ ആ മൊഴി ഗീതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ തുടക്കത്തിൽ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇല്ലായിരുന്നു എന്ന് ഈ റിപ്പോർട്ട് വന്നാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഇപ്പോൾ പുറത്തു വിടില്ല. അത് വലിയ കേസിന് നിയമ തടസ്സമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ പിന്നീട് കലക്ടർ പറയുന്നു എൻ്റെ അടുത്ത് വന്ന് കുമ്പസരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. വിജിലൻസ് കലക്ടർ മൊഴിയെടുത്തിട്ടുണ്ടല്ലോ, എല്ലാവരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്, പ്രശാന്തൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട്, ആളുകളുടെ മൊഴിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കലക്ടർ പറഞ്ഞ കാര്യം കള്ളമാണ് എന്ന് വിജിലൻസിന് ബോധ്യപ്പെട്ടിട്ടല്ലേ ഈ പറയുന്ന കൈക്കൂലി കൊടുത്തതിന് യാതൊരു തെളിവുമില്ല എന്ന് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം കള്ളമാണ് പറഞ്ഞത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ കള്ളം പറഞ്ഞു? ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ കള്ളം പറഞ്ഞത്? മാത്രവുമല്ല, പ്രശാന്തൻ സ്വർണം പണയം വെച്ചിട്ടാണ് ഈ പൈസ കൊടുത്തത് എന്ന് പറയുന്നു. ഈ സ്വർണം പണയം വെച്ചിട്ട് കൊടുത്തു എന്ന് ആദ്യം പറഞ്ഞിരുന്ന പ്രശാന്തൻ ഇപ്പോൾ അത് മാറ്റി റബ്ബർ വിറ്റ പൈസയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബ്ബർ വിറ്റ പൈസയാണെങ്കിൽ ആ റബ്ബർ വിറ്റ പൈസ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പൈസ എങ്ങോട്ട് കൊണ്ടുപോയി? ഈ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരമില്ല എന്നതാണ് ഇവരുടെ കയ്യിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. മാത്രവുമല്ല, പ്രശാന്തനല്ല ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രശാന്തിൻ്റെ ഒരു ബന്ധു കൊടുത്ത ഹർജിയിലാണ് അപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ഈ ബന്ധു? പെട്ടെന്ന് ഈ ബന്ധു എവിടെ നിന്ന് വന്നു? വിജിലൻസ് ഈ പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഹർജിയുണ്ട്. ആ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഹർജി തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതും ഫേക്കായിട്ടുണ്ടാക്കിയതുമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? ഈ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ അന്വേഷണം പോകാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് അന്തിമമായി ജനങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം. കാരണം ഇതിൻ്റെ തിരിച്ചടി ഇവർ ഏത് തലത്തിൽ സമ്മർദ്ദം ചെലുത്തി രക്ഷപ്പെട്ടാലും ജനങ്ങളുടെ കോടതിയിൽ നിന്ന് ഇവർക്ക് രക്ഷയുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്.